ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പോകുന്നത് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് കാണാനാണ്. കേരളത്തിൻ്റെ ജീവിക്കുന്ന ചരിത്ര നഗരമാണ് തൃപ്പൂണിത്തുറ. രാജനഗരി എന്നും ഇതിന് വിശേഷണമുണ്ട്. സംസ്ഥാനത്തിൻ്റെ ആദ്യ ഹെറിറ്റേജ് മ്യൂസിയം കൂടിയാണ് ഹിൽ പാലസ്. കൊച്ചി ഭരിച്ചിരുന്ന പെരുമ്പടപ്പ് സ്വരൂപക്കാരുടെ ആസ്ഥാനമായിരുന്നു തൃപ്പൂണിത്തുറ. ടൗണിൽ നിന്ന് മാറി ഒരു കുന്നൻ ചെരുവിലാണിത് സ്ഥിതി ചെയ്യുന്നത്. 1865 ഇത് നിർമ്മിച്ചത്. 51.75 ഏക്കറിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. ചെറുതും വലുതുമായ 49 കെട്ടിടങ്ങൾ ഈ കൊട്ടാരത്തിനുണ്ട്. 1855 മുതൽ കൊച്ചി ഭരണാധികാരികളുടെ ഔദ്യോഗിക കൊട്ടാരമായിരുന്നു ഹിൽ പാലസ്. സംസ്ഥാന ആർക്കിയോളജിക്കൽ വിഭാഗം 1981 കൊട്ടാരം ഏറ്റെടുത്തു. 1986 കൊട്ടാരം പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാനായി തുറന്നു നൽകി. പരമ്പരാഗത രീതിയിലാണ് കെട്ടിടങ്ങളുടെ നിർമ്മാണം. യൂറോപ്യൻ എഞ്ചിനീയർമാരാണ് കെട്ടിടത്തിന്റെ വടക്ക് ഭാഗങ്ങൾ നിർമ്മിച്ചത്. കൊട്ടാരത്തിന്റെ ഉള്ളിൽ ചെരുപ്പൂരി വേണം കയറാൻ. ഉള്ളിലാദ്യം രാജകുടുംബത്തിന്റെ ചരിത്രം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പെയിന്റിങ്സ്, നാണയങ്ങൾ, ആയുധങ്ങൾ എന്നിങ്ങനെ ഒരുപാട് പുരാതനമായ വസ്തുവകകൾ അവിടെ കാണാം. കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് കൊട്ടാരത്തിലാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് ഈ ലിഫ്റ്റ്. രാജാക്കന്മാരുടെ കിരീടം അതീവ സുരക്ഷയോടെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. തറയോടുകൾ നന്നായി മിനുസപ്പെടുത്തിയ രീതിയിലാണ്. ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന ടൈലുകളാണിവ. മണിച്ചിത്രത്താഴ്, മൂന്നാം മുറ എന്നിങ്ങനെ ഒട്ടനവധി സിനിമകൾക്ക് കൊട്ടാരം സാക്ഷിയായിട്ടുണ്ട്. അവിടെ നിന്നും പുറത്തേക്കിറങ്ങിയാൽ കൊട്ടാരത്തിന് ചുറ്റും അതിമനോഹരമായ ഉദ്യാനങ്ങൾ കാണാം. ചുറ്റുമുള്ള പറമ്പുകളിൽ നിറയെ മരങ്ങളാണ്. അതിൽ ചിലതിൽ ഊഞ്ഞാലുകളും കാണാം. കുളത്തിലേക്കുള്ള പടവുകളും കുളവുമൊക്കെ നമുക്ക് പരിചിതമാണല്ലോ. പൈതൃക കെട്ടിടത്തിന്റെ കൽത്തൂണുകളും നടുമുറ്റവും ഈ വഴിയിലാണ്.
മാറി കുറച്ച് സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹിൽ പാലസ് നല്ലൊരിടമാണ്. ഹിൽ പാലസിനെ പറ്റി പറയാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. ഇനിയും മനോഹരമായ കാഴ്ചകളുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.